പ്രൈസ് ദി ലോർഡ്. അന്യഭാഷകൾ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല, അവൻ ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഭവനത്തിനകത്ത്, നമ്മുടെ പേഴ്സണൽ ലൈഫിനകത്ത് ടങ്സ് പ്രയർ സജ്ജമാകട്ടെ. അന്യഭാഷയെ പ്രാർത്ഥിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തുന്നു. അന്യഭാഷയെ പ്രാർത്ഥിക്കുന്നവൻ കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ ആരാധിക്കുന്നു തുടങ്ങിയ ഒത്തിരി എക്സാമ്പിൾ വചനത്തിനകത്തുണ്ട്. ആയതിനാൽ ഈ ദിവസങ്ങളിൽ ടങ്സ് പ്രയർ നമ്മളിൽ സജ്ജമാകട്ടെ. നമ്മുടെ ദൈനംദിന ജീവിതത്തിനകത്ത് അതെപ്പോഴും ആക്റ്റീവ് ആകട്ടെ. ഞാനിങ്ങനെ പറയാം, നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ, നമ്മൾ വെറുതെ ഇരിക്കും, റെസ്റ്റിംഗ് ടൈമിൽ, നമ്മുടെ ഓഫീസ് ടൈമിലൊക്കെ ഞാനിങ്ങനെ പറയാം, നമ്മൾ അന്യഭാഷയിൽ കുറഞ്ഞത് ഒരു മിനിറ്റെങ്കിലും ഒന്ന് അന്യഭാഷയെ പ്രാർത്ഥിക്കുക. ഇത് നമ്മൾ എല്ലാ ദിവസവും ഇത് ആക്റ്റീവ് ആക്കട്ടെ. ഞാൻ പറയാം, ഇതിന് ഭയങ്കര വിടുതലുണ്ട്. പിശാച് ഏറ്റവും ഭയപ്പെടുന്ന ഈ ഒരു ടങ്സ് പ്രയറിനെ ഞാൻ ആത്മാവിൽ പറയാം. നിങ്ങളുടെ ഭവനത്തിനകത്ത് കുറഞ്ഞതൊരു ദിവസം ഒരു മണിക്കൂറെങ്കിലും, കുറഞ്ഞത്, ഞാൻ ഏറ്റവും കുറഞ്ഞ ഒരളവാണ് പറയുന്നത്, കുറഞ്ഞത് ഒരു മണിക്കൂറിലെ ടങ്സ് പ്രയർ സജ്ജമാകട്ടെ. എല്ലാവരും ഒരുമിച്ചിരുന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം പോലെ തന്നെ ഈ ടങ്സ് പ്രയർ സജ്ജമാകട്ടെ. ഈ പ്രയറിന് ഭയങ്കര വിടുതലുണ്ട്, ഭയങ്കര മറുപടിയുണ്ട്. ആമേൻ, സ്തോത്രം. ഇതിനകത്ത് ഭയങ്കര വിടുതൽ നിങ്ങൾ വ്യാപരിക്കും. ആമേൻ. പിശാച് ഭയപ്പെടുന്ന ഒരു പ്രയറാണ്. ആയതിനാൽ അന്യഭാഷയിലെ പ്രാർത്ഥന, ടങ്സ് പ്രയർ ഓരോ വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഈ മണിക്കൂറുകളിൽ അത് ആക്റ്റീവാകട്ടെ, അത് സജ്ജമാകട്ടെ. ആമേൻ. നിങ്ങളത് ഡെയിലി അത് പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ ഡെയിലി അത് നിങ്ങൾ കർത്താവിനോട് കൂടെ ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക, അന്യഭാഷയെ പ്രാർത്ഥിക്കുക. കർത്താവ് സഹായിക്കട്ടെ. ഇതിൻ്റെ മറുപടി എന്താണെന്ന് വരുന്ന മണിക്കൂറുകൾ തന്നെ ദൈവം നിങ്ങളെ കാണിക്കും. കർത്താവ് സഹായിക്കട്ടെ. അന്യഭാഷയെ പ്രാർത്ഥിക്കുന്നവൻ മനുഷ്യനോടല്ല, അവൻ ദൈവത്തോടത്ര സംസാരിക്കുന്നത്. തനിക്ക് തന്നെ അത് ആത്മീയ വർധനവ് വരുത്തുന്നെങ്കിൽ നിശ്ചയമായിട്ടും ഈ പ്രയർ നിങ്ങളുടെ ലൈഫുമായി ബന്ധപ്പെട്ട് അവൻ്റെ ആത്മീയ വർധനവിനെ എന്താണെന്ന് തെളിയിച്ച് കാണിക്കും. കർത്താവ് സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.